വേൾഡുടെ മടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചകളെല്ലാം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഓരോരോ വെളിപ്പാടുകളാണ്. നിങ്ങളിത് ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പേർക്ക് അത് അനുഗ്രഹമാകട്ടെ. ആമേൻ. അവിടെ ഇന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വാക്കോളം നിറച്ച്. ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ പരീക്ഷണാർത്ഥം അല്പം ചെയ്യുകയല്ല. നമ്മളെല്ലാം പറയത്തില്ല, ഒന്ന് നോക്കാം. പരിശോധനകളും പരീക്ഷണങ്ങളും നടത്താറില്ല. അങ്ങനെ അത് നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്താം, അല്പം ഒഴിച്ച് നോക്കാം. ഒരു വ്യതിയാനം വരുന്നെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. അതല്ലാതെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ വ്യവസ്ഥ ദേ ഫിൽഡ് അൺടു ദ ബ്രിം, ഒരു വക്കോളം നിറച്ച്. അപ്പോൾ നമ്മുടെ വിശ്വാസം, ദൈവം നമ്മളോട് എന്തെങ്കിലും പറയുന്നത് വക്കോളമുള്ളൊരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്തെങ്കിലും പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏറ്റവും അടുത്ത വിശ്വാസമുള്ളവരുമായിട്ടൊരു ഡീലിങ്, ഒരു വസ്തു ഇടപാടുണ്ടെങ്കിൽ വേണേൽ ചിലർ ടോക്കൺ അഡ്വാൻസ് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കും. പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ ചിലർക്ക് മുഴുവൻ തുകയും കൊടുക്കാം. കാരണം ആ വ്യക്തി എനിക്ക് വിശ്വാസമാണ്. ദൈവത്തെ നീ അഡ്വാൻസിൽ വിശ്വസിക്കുന്നെങ്കിൽ, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിൻ്റെ വിശ്വാസം വക്കോളം ഉയരട്ടെ. ആ വക്കോളം ഉയരുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അവർക്ക് സംശയമില്ല. അവരൊന്നും കാണുന്നില്ലല്ലോ. അവർ പറഞ്ഞു നടന്ന്, ഇറ്റ് ഈസ് ഡൺ, നടന്നു കഴിഞ്ഞു. യു കാണുന്നില്ലല്ലോ, ഇറ്റ്സ് നോട്ട് സീയിങ് എനിത്തിങ്, യെസ് ഡൺ. കാരണം എലിയാവ് മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. I have heard the voice of abundance rain. But the people, those who are surrounding them, they didn't understand. Later they knew what he was talking. അവൻ എന്തോ പറഞ്ഞെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഇവിടെ വക്കോളം നിറച്ചപ്പോൾ ദൈവം അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന പോലും ഇവിടെ കാണുന്നില്ല. കർത്താവ് കോരി വിരുന്ന് വഴി കൊണ്ട് കൊടുക്കാനാണ് പറയുന്നത്. നടന്നതുപോലെ ലഭിച്ചതുപോലെ ലഭിച്ചു കഴിഞ്ഞു. കർത്താവ് എനിക്കത് നൽകിക്കഴിഞ്ഞു. തരണേ തരണേ എന്നല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. Then you will have, നിനക്ക് ഉണ്ടാകുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും പറയുമ്പോൾ പറയുന്ന സ്ഥലത്ത് ആമേൻ. ഈ ഒരാഴ്ചത്തെ മെസ്സേജ്, ഇതിനകത്തുള്ള വെളിപ്പാട് ഇന്ന് ഞാനിവിടെ പൂർത്തീകരിക്കുമ്പോൾ ഞാൻ പറയുന്നു: 1, കർത്താവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചു. 2, ആമേൻ, അമ്മ വന്ന് പറയുമ്പോൾ എൻ്റെ നാഴികത വന്നിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ശുശ്രൂഷകരോട്. പിന്നെ പറഞ്ഞു, ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ. 5, അവർ വക്കോളം നിറച്ച്. അപ്പം ദൈവം എന്തെങ്കിലും പറഞ്ഞ് സംശയിച്ച് അമാദിച്ച് മടിച്ച് നിൽക്കല്ലേ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ റൈച്ചസ് ഷാൽ ലീവ് ഫെയ്ത്ത്. ദൈവം പറയുന്ന അനുസരിച്ചു അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.